ജി ടി എഡ്യൂക്കേഷൻ കറക്റ്റുടെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ഒരു CPU ആണ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് കമ്പ്യൂട്ടറിന്റെ CPU ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ CPU എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ അകത്തെ പാർട്സ് എന്തൊക്കെയാണ്? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് CPU ആണ്. അപ്പോൾ ഇതിന്റെ പാർട്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഓരോ ഡിവൈസുകളും എങ്ങനെ കണക്ട് ചെയ്യാന്നൊക്കെ ബാക്കിയുള്ള വീഡിയോകൾ വരും. നമുക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ കേടുപാടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ശരിയാക്കാവുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്സ് ആണ് നമ്മളിവിടെ തരുന്നത്. പ്രാക്ടിക്കലായ ടിപ്സ് ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഒരു CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ മോണിറ്റർ കണക്ട് ചെയ്യാം. ഇതിന് ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ പവർ ബട്ടൺ ഉണ്ട്, ഓക്കെ, റീസെറ്റ് ബട്ടൺ ഉണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരു അസംബിൾഡ് കമ്പ്യൂട്ടർ ആണ്. അപ്പോൾ അസംബിൾഡ് കമ്പ്യൂട്ടറിന് എപ്പോഴും റീസെറ്റ് ബട്ടൺ ഉണ്ടാകും. ബ്രാൻഡഡ് കമ്പ്യൂട്ടറുകൾ, എക്സാമ്പിൾ ഡെൽ, ഈസർ ഇങ്ങനെയുള്ള കമ്പനികളുടെ IBM, ഇവരുടെയൊക്കെ IBM ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ ഇറക്കുന്ന കുറവാണ്. ഇങ്ങനെയുള്ള ബ്രാൻഡഡ് കമ്പ്യൂട്ടറുകൾക്ക് റീസെറ്റ് ബട്ടൺ ഉണ്ടാവില്ല, പവർ ബട്ടൺ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതിന്റെ ഫ്രണ്ടിലുള്ളത് USB, 2 USB ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓഡിയോ കണക്ട് ചെയ്യാനുള്ള മൈക്കും അതുപോലെ തന്നെ സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള ഓഡിയോ ജാക്ക് ഉണ്ട്. ഈ ബ്ലൂ കളർ ചിലപ്പോൾ ചോദിക്കാം, ഈ USB ബ്ലൂ കളറും ബ്ലാക്ക് കളറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബ്ലാക്ക് കളറിന്റെ സ്പീഡ് കൂടുതലായിരിക്കും, ഡാറ്റ സ്പീഡ് കൂടുതലായിരിക്കും. സോറി, ബ്ലൂ കളറിന്റെ ഡാറ്റ സ്പീഡ് കൂടുതലായിരിക്കും കമ്പയർഡ് ടു ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളറിന്റെ സ്പീഡ്, USBയുടെ ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് ബ്ലാക്കിന് കുറവാണ്, ബ്ലൂവിന് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ ബ്ലൂവിൽ കണക്ട് ചെയ്യുക. പെൻ ഡ്രൈവ് അങ്ങനെയുള്ള ഇത് കണക്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇവിടേക്കൊന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ ഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ CPU നമ്മളെ പവറിൽ കണക്ട് ചെയ്ത് ഇവിടെ പവർ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാൻ കറങ്ങും. ഇത് SMPSന്റെ ഫാനാണ്. SMPS എന്ന് പറയുന്നത് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈ ആണ് SMPS. ഇനി ഇവിടെ നോക്കാം, നമുക്ക് ഓർഡർ ആയിട്ട് തന്നെ പോവാം. നമുക്കിവിടെ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു വയലറ്റ് കളർ ജാക്ക് കാണാം. ഇവിടെയാണ് നമ്മൾ കീബോർഡ് കണക്ട് ചെയ്ത് PS2 കണക്ടറാണ്, PS/2 അല്ലെങ്കിൽ PS2 എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ കീബോർഡ് കണക്ട് ചെയ്യുന്നത്. നോക്കി നമ്മൾ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ജാക്ക് കേടാവാൻ ചാൻസ് ഉണ്ട്. ഈ പച്ച കളറിലാണ് നമ്മൾ മൗസ് കണക്ട് ചെയ്യുക, PS2 മൗസാണ് കണക്ട് ചെയ്യുക. പക്ഷെ ഇപ്പോൾ മാർക്കിൽ വരുന്നത് USB കീബോർഡും USB മൗസൊക്കെയാണ് വരുന്നത്. പഴയ മൗസുകളൊക്കെ ഉണ്ട്, മൗസ് കീബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് നമുക്കൊരു ഗെയിം പോർട്ടാണ്, അല്ലെങ്കിൽ സീരിയൽ പോർട്ട് എന്നൊക്കെ പറയാം. ഡിഫറെൻറ്റ് ഗെയിമിന് അല്ലെങ്കിൽ സീരിയൽ കണക്ഷൻ ഇൻപുട്ട് സീരിയൽ പോർട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മളിവിടെ പറയുന്നത് HDMI പോർട്ടാണ്. HDMI എന്ന് പറഞ്ഞാൽ ഹൈ ഡെഫിനിഷൻ മോണിറ്റർ ഇന്റർഫേസ് പോർട്ടാണ് HDMI എന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന TVകളിലും മോണിറ്ററിലൊക്കെ HDMI ആണ് വരുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള കേബിൾ കണക്ട് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ടിപ്സാണ് പറയുന്നത്. അതിൻ്റെ തിയറി കൂടുതൽ സൈഡിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ ഇവിടെ USB ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ USBയുടെ ഫുൾ ഫോം യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ്. ഇവിടെ 2 ബ്ലൂ കളർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഡാറ്റ സ്പീഡ് കൂടുതലായിരിക്കും. ഇതും USB തന്നെയാണ്. അപ്പോൾ മൊത്തം 6 USB-യോളം വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു RJ45 ജാക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അത് നെറ്റ്വർക്കിങ്ങിന് ഉപയോഗിക്കുന്ന കേബിൾ കണക്ട് ചെയ്യുന്നതാണ് ഈ RJ45 ജാക്ക് എന്ന് പറയുന്നത്. ഇത് കണക്ട് ചെയ്യുന്ന ഇവിടെയാണ്. 2 കമ്പ്യൂട്ടറുകൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് വരും. അതുപോലെ തന്നെ ഇവിടെ ഓഡിയോയുടെ 3 ജാക്ക് ഉണ്ട്. ഈ പിങ്ക് കളർ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ മൈക്കിൻ്റെയാണ് വരിക. ഇത് എന്ന് പറയുന്ന സ്പീക്കറിലേക്കുള്ളതാണ് വരിക. ഓക്കെ, ഇത് നമുക്ക് അവിടേക്ക് തന്നെ ഓഡിയോ ജാക്കായിട്ട് തന്നെ, ഇത് സാധാരണ നമുക്ക് ആവശ്യം കുറവാണ്, നമുക്ക് ഈ ഓഡിയോ സ്പീക്കറിലേക്കുള്ള ജാക്കായിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇതിനെ ക്യാബിനറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ക്യാബിനറ്റ് നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തുറക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമില്ല, നമുക്ക് കൈകൊണ്ട് തുറക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 അറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ, അതായത് നമുക്ക് എപ്പോഴും തുറക്കേണ്ടത് ഈ അറ്റമാണ് തുറക്കേണ്ടത്. കാരണം ഇവിടെയാണ് ഇങ്ങനെ തുറക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം മറ്റൊരു മദർ ബോർഡിൻ്റെ ബാക്ക് സൈഡ് ആയിരിക്കും. ഇപ്പോൾ തുറക്കാനായിട്ട് ജസ്റ്റ് ഇതൊന്നും ചെയ്യാം. ഈ സ്ക്രൂ ഡ്രൈവർ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളത് പകരം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് തുറക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് സ്ലൈഡ് ചെയ്യാം. ഇത് സ്ലൈഡ് ചെയ്താൽ നമുക്ക് ഈ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിൻ്റെ അകം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ ഇതിൻ്റെ ഈ CPU-ൻ്റെ അകത്തുള്ള പാർട്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. ആദ്യമായിട്ട് വരുന്നത് ഇതിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അത് ഇവിടെയാണ് വരുന്നത്. അതിലേക്ക് പവർ സപ്ലൈ ചെയ്യുന്നതാണ് SMPS,
സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. ഇതാണ് SMPS. നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഫാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് കമ്പ്യൂട്ടറിലേക്ക്, അതായത് AC-നെ നമ്മുടെ 230 വോൾട്ട് KSEBയുടെ 230 240 വോൾട്ട് KSEBനെ 220 വോൾട്ട് AC വോൾട്ടേജിനെ DC ആയിട്ട് 5 വോൾട്ട് 12 വോൾട്ട് -12 വോൾട്ട് +12 വോൾട്ട് -5 വോൾട്ട് ഇങ്ങനെയുള്ള DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ ഫാൻ, ഇവിടെ ഒരു ഫാൻ ഉണ്ട്. ഇതിൻ്റെ താഴെ ഇപ്പോൾ ഇവിടെ ഇൻ്റലിൻ്റെ ഒരു പ്രൊസസ്സറാണ് ഇതിലുള്ളത്. ഇതിൻ്റെ താഴെ നമുക്ക് ഇൻ്റലിൻ്റെ ചിപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ i7 ഒക്കെയാണ് ലേറ്റസ്റ്റ് വരുന്നത്. i9 ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, i7 i5 i3 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ. അപ്പോൾ ഈ പ്രൊസസ്സർ ഈ ഫാനിൻ്റെ അടിയിലാണ്. ഈ ഫാൻ, അതായത് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ മദർ ബോർഡിന് ആവശ്യമായുള്ള ചിപ്പിനുള്ള കൂളിംഗ്, പ്രൊസസ്സറിനുള്ള കൂളിംഗ് കൊടുക്കുന്ന ആളാണ് ഈ ഫാൻ. അപ്പോൾ ഈ SMPS-ൽ നിന്ന് മദർ ബോർഡിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ കണക്ഷൻ. ഈ കണക്ടർ ഞാൻ ജസ്റ്റ് ഒന്ന് ഊരി കാണിക്കാം. ഓക്കെ, ഈ 24 പിൻ കണക്ടർ അവിടെയുണ്ട്. അതുപോലെ തന്നെ 2 കണക്ടറാണ് വരുന്നത്. ഇതാണ് SMPS എന്ന് പോകുന്ന മദർ ബോർഡിലേക്കുള്ള 2 കണക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു ഫാനും കൂടി കൊടുത്തിട്ടുണ്ട്, കൂളിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം SMPS-നെ കുറിച്ചും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ കുറിച്ചും ഇതിൻ്റെ ഫാനിനെ കുറിച്ചൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് കണക്ഷൻ എന്ന് പറഞ്ഞു. ഇവിടെയാണ്, ഈ പോർട്ടിലാണ് നമ്മൾ ഗ്രാഫിക്സ് കാർഡ് കണക്ട് ചെയ്യുക. ഇത് AGP പോർട്ടാണ്, ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് പോർട്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഗെയിമിങ്ങിനൊക്കെയുള്ള ഇതിൽ നമ്മൾ ഹൈ ഡെഫിനിഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ഇതുള്ള മോണിറ്റർ ഗെയിംസിനെ കളിക്കാനായിട്ട് എക്സ്ട്രാ ഗ്രാഫിക്സ് കാർഡ് വേണ്ടി വരും. അപ്പോൾ അതിവിടെയാണ് കൊടുക്കുന്നത്. ഇതാണ് CMOS ബാറ്ററി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ നോൺ വൊളാറ്റൈൽ മെമ്മറി അല്ലെങ്കിൽ ROM എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലാത്തവർക്ക് ജസ്റ്റ് CMOS ബാറ്ററി എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ CMOS-ൻ്റെ ബാറ്ററി. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്യാം. 3 വോൾട്ടാണ് വരുന്നത്. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ടൈമിംഗ് ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, ടൈം ശരിയാവുന്നില്ല, സെറ്റ് ചെയ്ത് ശരിയാവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം CMOS-ൻ്റെ വോൾട്ടേജ് കുറഞ്ഞിട്ടുണ്ടാവും. CMOS മാറ്റാം. അപ്പോൾ ഇത് ഞാൻ ഈ മദർ ബോർഡിൽ എടുത്ത CMOS ബാറ്ററി ഇവിടെ തന്നെ ജസ്റ്റ് ഒന്ന് വെക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് റാമിനെ പരിചയപ്പെടാം. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് ഇതാണ് റാമിൻ്റെ സ്ലോട്ട്. ഇത് നമുക്ക് ഈ 2 ഇതിൽ നിന്ന് നമുക്ക് ഈ റാമിന് ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ നല്ല വില ഉള്ള ഐറ്റംസാണ്. അപ്പോൾ ഇത് ADATA എന്ന് പറയുന്ന കമ്പനിയുടെ റാമാണ്. ഇത് എത്ര GB ആണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും സാധാരണ രീതിയിൽ. ഇത് DDR4 എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള റാമാണ്. DDR4 എന്നുള്ള റാമാണ്. ഓക്കെ, ഇതാണ് റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ നമുക്ക് അറിയാം, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈമറി മെമ്മറി എന്ന് പറയും. ഇതാണ് റാൻഡം ആക്സസ് പ്രൈമറി മെമ്മറി. നമുക്ക് ഇങ്ങനെ തന്നെ ഇവിടെ വയ്ക്കാം. ഇത് കറക്റ്റ് ഗ്രൂ നോക്കിയിട്ട് വേണം നമ്മളിവിടെ വെക്കാനായിട്ട്. അധികം ബലം ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്ക്കാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഹാർഡ് ഡിസ്ക്. അത് ഇതിൻ്റെ ഉള്ളിലാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഹാർഡ് ഡിസ്കിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ മദർ ബോർഡിൽ നിന്ന് ഒരു ഡാറ്റ കേബിൾ, ഇതാണ് ഡാറ്റ കേബിൾ എന്ന് പറയുന്നത്. ഈ ഡാറ്റ കേബിൾ ഇത് സാറ്റയാണ്. അപ്പോൾ മുമ്പൊക്കെ അത് IDE ആയിരുന്നു. ഇപ്പോൾ അത് സാറ്റ കേബിളാണ്. മദർ ബോർഡിൽ നിന്ന് പോകുന്ന, മദർ ബോർഡ് 4 സാറ്റ പോർട്ടുണ്ട്, ഇതിൽ നിന്ന് പോകുന്നതാണ് ഈ സാറ്റ കേബിൾ. ഇത് ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിൻ്റെ പവർ കൊടുക്കുന്ന SMPS എന്നുള്ള കണക്ടറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഹാർഡ് ഡിസ്കിൽ നിന്ന് പവർ കൊടുക്കുന്ന SMPS എന്നുള്ള ഇങ്ങനെയുള്ളൊരു കണക്ടറാണ് ഹാർഡ് ഡിസ്കിന് പവർ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ USB പോർട്ടുകൾ നമ്മൾ കണ്ട USB-യുടെ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മദർ ബോർഡിൽ നിന്നാണ്. ഇവിടുന്ന് USB-യുടെ ഒരു കണക്ടർ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യാനായിട്ട് ഇവിടെ പവർ, റീസെറ്റ്, റീസ്റ്റാർട്ട് ബട്ടൺ, പവർ ബട്ടൺ, അതുപോലെ തന്നെ പവർ LED ഇങ്ങനെയുള്ള ഇതൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഒരു കമ്പ്യൂട്ടർ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ അത്യാവശ്യം ശരിയാക്കാവുന്ന. പക്ഷേ എപ്പോഴും ഞാൻ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, വിദഗ്ധനായ ഒരു
സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം അതിനെക്കുറിച്ച് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന എന്തെങ്കിലും ചെറിയ മദർ ബോർഡിൻ്റെ പിന്നൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ മദർ ബോർഡിന് തന്നെ 5000-ലധികം രൂപയുള്ള സാധനമാണ്. പ്രൊസസ്സറിനൊക്കെ അതിനേക്കാൾ വിലയുണ്ട്. അപ്പോൾ അതൊക്കെ കേടാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര പണം നഷ്ടമായിരിക്കാം. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ചെറിയ രീതിയിൽ, ഇനി ഇവിടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഇതിൻ്റെ കുറേ ടെക്നിക്കൽ സൈഡിലേക്ക് പോകുമ്പോൾ അതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതിനോട് പലരും പറയുന്നത് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഇതാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓരോ സെക്ഷനായിട്ട് ഓരോന്നൊരു വീഡിയോ ചെയ്യണം. അതിൽ ചെറിയ ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാം. ഇത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാഹചര്യമുള്ളൊരു മേഖലയാണ് IT മേഖല. അപ്പോൾ നമ്മുടെ GT എഡ്യൂക്കേഷൻ്റെ കമ്പ്യൂട്ടർ കോഴ്സസ് ഉണ്ട്, ഹാർഡ്വെയർ കോഴ്സസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് പരിശീലിച്ചാൽ നിങ്ങൾ കമ്പ്യൂട്ടറുകൾ നന്നാക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിപ്പയറിംഗ് ജോലി ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റ് ഓൺലൈൻ, ഓഫ്ലൈൻ, അതുപോലെ തന്നെ മറ്റ് കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിലൂടെ നമുക്കിന്ന് ജോലി നേടാൻ വളരെ എളുപ്പമാണ്. എല്ലാ മേഖലയിലും കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹാർഡ്വെയറിൻ്റെ കുറച്ച് ബേസിക്സ് ആണ് പറഞ്ഞത്. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.